ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ന്യൂസ് പേപ്പേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 72 മെമ്പർ NDA മിനിസ്ട്രി ടേക്സ് ചാർജ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. ഇന്ത്യയുടെ 18ാം ലോക്സഭ നിലവിൽ വരികയാണ്. അപ്പം ഒപ്പം തന്നെ മന്ത്രിസഭയുടെ ഫോർമേഷനും കഴിഞ്ഞു. നരേന്ദ്രമോദി ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 3 തവണ പ്രൈം മിനിസ്റ്റർ ആവുന്ന ആള്, ജവഹർലാൽ നെഹ്റുവിന് ശേഷം രണ്ടാമത്തെ ആളായി മാറി. അങ്ങനെ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒപ്പം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ അലയൻസ് പാർട്ട്നേഴ്സിന് ഒരുപാട് സ്ഥാനങ്ങൾ, ഈവൻ ഒരു MP ഉള്ള പാർട്ടിക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് മന്ത്രിസഭ കുറച്ച് വലുതാണ്. സാധാരണ കഴിഞ്ഞ തവണ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് 25 ആൾക്കാരുള്ളത്, ഇപ്പൊ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് തന്നെ 31 പേരുണ്ട്. അപ്പം ഇതില് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ, ഇതൊക്കെ അറിയാവുന്നതായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക്. സ്റ്റിൽ ഞാൻ പറയാണ്, 3 types of ministers are there in Indian government. Cabinet ministers, MOS, Minister of State with independent charge, Minister of State with independent charge, and MOS, Minister of State. Cabinet minister means he will be the responsible person for his ministry, and he has to communicate with only Prime Minister of India. Other than Prime Minister, no other person will be there to supervise him in his ministry. അതാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അമിത് ഷാ, രാജ്നാഥ് സിംഗ്, ജയശങ്കർ, നിർമ്മല സീതാരാമൻ, അവരെല്ലാവരും കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. പ്രൈം മിനിസ്റ്റർ എപ്പോഴും ക്യാബിനറ്റാ കൂടുന്നത്. പ്രൈം മിനിസ്റ്റർ ക്യാബിനറ്റേ കൂടുള്ളൂ, അല്ലാതെ എൻഡയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ വിളിച്ചു കൂട്ടിയൊന്നും അങ്ങനെ ചെയ്തൊന്നുമില്ല. എൻഡയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യയുടെ എൻഡയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ എത്ര പേര് കാണുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ലോവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ലോക്സഭയാണ്. ലോക്സഭയുടെ സ്ട്രെങ്തിന്റെ 15% ആണ് മാക്സിമം മന്ത്രിമാരുടെ എണ്ണം. മാക്സിമം മന്ത്രിമാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റിന്റെ, ദാറ്റ് ഈസ് ലോക്സഭ, അതിന്റെ സ്ട്രെങ്തിന്റെ 15%. അപ്പൊ ലോവർ ഹൗസിന്റെ സ്ട്രെങ്ത് ഇപ്പൊ 540 ആണ് ലോക്സഭയുടെ. അതിന്റെ 10% 54, അതിന്റെ പകുതി 5% ഇപ്പൊ 54ന്റെ പകുതി 27. അപ്പൊ 54 plus 27 81 is the maximum number of ministers in the council of ministers of a particular prime minister. അത് മോഡി ആയാലും ആരാണെങ്കിലും. അപ്പൊ 81, ഇപ്പൊ 72 പേര് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. 9 പേർ കൂടെ ആണെങ്കിൽ അവർക്ക് എടുക്കാം. അപ്പോ ഇതില് ഈ 81 മിനിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഈ 81 മിനിസ്റ്റേഴ്സിനെയും കൂടെ വിളിച്ചു കൂട്ടി പ്രധാനമന്ത്രി അങ്ങനെ യോഗമൊക്കെ കൂടുന്ന വളരെ റെയർ ആണ്. He used to chair cabinet meetings. Cabinet meetings means ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ മാത്രം മീറ്റിംഗ്. അതിലായിരിക്കും പല നിയമങ്ങളും പാസ്സാകുന്നത്. ക്യാബിനറ്റ് പാസ്സാക്കിയിട്ടാണ് പിന്നെ പാർലമെന്റിലും ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ അവതരിപ്പിച്ച് അവിടെ പാസ്സാക്കുന്നതും അതിനുശേഷം അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്യുമ്പോഴാണ് നിയമമാവുന്നത്. ആദ്യം ക്യാബിനറ്റിലാണ് പാസ്സാവുന്ന ഓരോ നിയമങ്ങളും, അതിനുശേഷമാണ് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കൊക്കെ പോകുന്നത്, അൾട്ടിമേറ്റ്ലി പ്രസിഡന്റ് അടുത്തേക്ക് പോകുന്നത്. അപ്പം ഏറ്റവും സീനിയർ മോസ്റ്റ് മിനിസ്റ്റേഴ്സ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് കഴിഞ്ഞ തവണ 25 പേരെ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം എന്റെ ഓർമ്മ 30 ആണ്, 31 ഇപ്പൊ 30 പേരുണ്ട്. ഇവർ എൻഡയർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ പേര് പഠിച്ചു വെച്ചേക്കണം, ഇപ്പൊ പഠിക്കണ്ട. ഇനി പോർട്ട്ഫോളിയോ അലോക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. ജയശങ്കർ മോസ്റ്റ് പ്രോബബ്ലി ഫോറിൻ അഫയേഴ്സ് തന്നെയായിരിക്കും, ബിക്കോസ് ഹീസ് ആൻ എക്സ്പെർട്ട് ഇൻ ഫോറിൻ അഫയേഴ്സ് ബിക്കോസ് ഹീസ് എ റിട്ടയർഡ് IFS ഓഫീസർ, ഇന്ത്യൻ ഫോറിൻ സർവീസിലുണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ അമിത് ഷാ ഒരു പക്ഷേ ഫിനാൻസിലേക്ക് പോകുന്ന പറയുന്നത്, ഇപ്പം ഹോമിലാണ്. അങ്ങനെയൊക്കെ മാറ്റം വരും, അതുകൊണ്ട് പഠിക്കണ്ട. വൺസ് ആ പോർട്ട്ഫോളിയോ അലോക്കേഷൻ വന്നതിന് ശേഷം മസ്റ്റ് ആയിട്ട് പഠിക്കണം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ. അതുപോലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് ഒരു 5 മിനിസ്റ്റേഴ്സ് ഉണ്ട്. 5 പേരാണ് അവർ അങ്ങനെയുള്ളവർ. അവരെ മിനിസ്ട്രീസും പഠിക്കണം. ബിക്കോസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് മീൻസ് ദേ ഹാവ് നോ ക്യാബിനറ്റ് പൊസിഷൻ, ബട്ട് സ്റ്റിൽ ദേ ഹാവ് നോ cabinet ministers above them, cabinet minister above them to supervise them. They can also directly communicate with the Prime Minister of India. അപ്പം അവരുടെയും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ടാണ്. കാരണം അവർക്ക് ക്യാബിനറ്റ് മിനിസ്റ്റർ അവരുടെ മുകളിലില്ല. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ചാർജ് എന്ന് പറയുന്നത്. അവരുടെ മിനിസ്റ്ററുടെ ഇൻഡിപെൻഡന്റ് ചാർജ് അവർക്ക് തന്നെ ആയിരിക്കും. അവരുടെ മുകളിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവരെ ക്യാബിനറ്റ് മിനിസ്റ്റർ വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് നമ്മൾ പഠിക്കണം. ഇനി മൂന്നാമത്തെ വെറും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. അവരെന്ന് പറഞ്ഞാൽ സാധാരണ സഹമന്ത്രിമാരാണ്. നമ്മളെ പഴയ V മുരളീധരൻ, ഇപ്പോഴത്തെ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ ഒക്കെ അങ്ങനെയാണ്. അവരുടെ മുകളിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ കാണും. സോ അവർക്ക് ഡയറക്ട്ലി പ്രൈം മിനിസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവരുടെ മിനിസ്റ്ററുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും. അവർ പ്രൈം മിനിസ്റ്ററുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിക്കേണ്ട. MOSമാരെ പഠിക്കേണ്ട, വെറും MOSമാരെ. MOS വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജും പഠിക്കണം, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പഠിക്കണം. ഓക്കെ, ഇനി അത്രേ അതിൽ പറയാനുള്ളൂ. പിന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഓത്ത് ടേക്കിംഗ് സെറമണി നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രസിഡന്റ് ആണ് ഇന്നലെ തന്നെ സത്യപ്രതിജ്ഞ വാചകങ്ങളൊക്കെ എല്ലാവർക്കും ചൊല്ലിക്കൊടുത്തത്. പിന്നെ ഇവിടെ
മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. മണിപ്പൂരിൽ വീണ്ടും കലാപങ്ങൾ എന്നൊക്കെ നടക്കുകയാണ്. ജിരിബാം എന്ന് പറയുന്ന മണിപ്പൂരിലെ ഒരു സ്ഥലത്ത്, അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ലാർജർ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മണിപ്പൂരിലെ ഭൂരിപക്ഷ വിഭാഗമായ മെയ്റ്റി കമ്മ്യൂണിറ്റി, ഭൂരിപക്ഷ വിഭാഗത്തിന്റെ പേര് മെയ്റ്റി, MEITI, മെയ്റ്റി കമ്മ്യൂണിറ്റിയും അവിടുത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗമായ കുക്കി സോ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഈ അവിടെ കലാപം കഴിഞ്ഞ കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ശാന്തമായിട്ടിരിക്കുന്നത് ഇപ്പൊ വീണ്ടും അവിടെ തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ അതിൽ വേറെ ഒന്നും പറയാനില്ല. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ് ആണ്, BIREN, ബീരേൻ സിംഗ്. പിന്നെ ബാക്കി പൊളിറ്റിക്കൽ ന്യൂസുകളൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഈ പേജിലേക്ക് പോകുമ്പോ PM റോഡ് ഷോ സ്വിയറിംഗ് ഇൻ സെറമണി ഓഫ് ന്യൂ ഗവൺമെന്റ് ഇൻ ഒഡീഷ ലൈക്ലി ഓൺ June 12 എന്നൊരു ന്യൂസ് കാണാം. June 12 ഒഡീഷയിൽ പുതിയ ചീഫ് മിനിസ്റ്റർ അധികാരമേൽക്കുമെന്നാണ്. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആണെന്നുള്ളത് ഇപ്പോഴും സസ്പെൻസ് ആണ്. Everyone thought that ഒഡീഷാസ് ചീഫ് മിനിസ്റ്റർ വിൽ ബി ധർമ്മേന്ദ്ര പ്രധാൻ. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന ഇന്നലെ മോഡി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. സോ ആ ക്വസ്റ്റ്യൻ, ആ ഒരു സ്പെക്കുലേഷൻ അവിടെ അവസാനിച്ചു. കാര്യം അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ഓഫ് ഒഡീഷ ആവാൻ പോയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി he will be exempted from the council of ministers, but it was not like that. Yesterday he took oath as the union cabinet minister. അപ്പം അദ്ദേഹം എന്തായാലും സ്ഥാനത്തേക്ക് ഇല്ല. ഇനി വേറെ ആരായിരിക്കും എന്നുള്ള കാര്യം ഇന്നോ നാളെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. 12-ാം തീയതി ഓത്ത് ടേക്കിംഗ് സെറമണി നടക്കുമെന്നാണ് പറയുന്നത്. ചീഫ് മിനിസ്റ്ററിന്റെ ഓത്ത് ടേക്കിംഗ് ആരാ ചെയ്യിക്കുന്നത്? ഗവർണർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ് അല്ലെ. അപ്പം അതിനെ കുറിച്ച് ഒരു ന്യൂസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സാൻഡ് സ്കൾപ്ചർ കാണാം. ഇതൊരു സാൻഡ് സ്കൾപ്ചർ ആണ്, സാൻഡിൽ ഉണ്ടാക്കിയ ഒരു സ്കൾപ്ചർ. ഇങ്ങനെയുള്ള സാൻഡ് സ്കൾപ്ചേഴ്സ് സ്ഥിരമായിട്ട് ഹിന്ദുവിൽ ഫോട്ടോ വരാറുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് സാൻഡ് സ്കൾപ്ചർ ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് സുദർശൻ പട്നായിക് എന്ന് പറയുന്ന ഒഡീഷക്കാരനാണ്. അദ്ദേഹം പത്മശ്രീയൊക്കെ വിൻ ചെയ്ത ആളാണ്. സുദർശൻ പട്നായിക് പേര് പഠിച്ചു വെച്ചാണ്. ഇന്ത്യയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സാൻഡ് സ്കൾപ്ചറിസ്റ്റ് ആണ് സുദർശൻ പട്നായിക്. ഈ പട്നായിക് എന്ന് പറഞ്ഞാൽ ഒഡീഷക്കാരായിരിക്കും അറിയാലോ. നവീൻ പട്നായിക് ആയിരുന്നല്ലോ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ എത്രയെങ്കിലും കാലം. ഓക്കെ, പിന്നെ ഇവിടെ ഈ പേജിൽ മറ്റ് ന്യൂസുകളൊന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോയാണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അവിടെയും കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അവിടെ ഞാൻ വിടിയാണ്. ഇനി നമുക്ക് 2 എഡിറ്റോറിയൽസ്. ഇതിൽ ഒരു എഡിറ്റോറിയൽ വളരെ ഇമ്പോർട്ടന്റും രണ്ടാമത്തെ എഡിറ്റോറിയൽ ഒരു ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. അത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ നമ്മളത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണത്, പഠിക്കണം എന്നല്ല, നമ്മളത് എഡിറ്റോറിയൽ നന്നായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതിൽ കുറച്ച് വൊക്കാബുലറി പഠിക്കണം. ഇത് പക്ഷെ അങ്ങനെയല്ല. റീകാൽസിട്രന്റ് ജംബോ എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. ഇത് എന്തിനെ കുറിച്ചാണെന്ന് ഞാൻ പറയാം. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻ പ്രകാരം ഇപ്പോൾ റിലീസായ മോണിറ്ററി പോളിസിയെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് മോണിറ്ററി പോളിസി എന്നും മോണിറ്ററി പോളിസി ഉണ്ടാക്കുന്നത് ആരാണെന്ന്. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രോത്ത്, അതുപോലെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ, ഇത് രണ്ടും അതിന്റെയും അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ എക്കോണമിയിൽ ഓരോ 2 മാസം കൂടുമ്പോഴും, അതായത് ബൈമന്ത്ലി നടത്തുന്ന ചില ഇടപെടലുകളാണ് മോണിറ്ററി പോളിസി എന്ന് ആണ് പറയേണ്ടത്. ഇൻഫ്ലേഷൻ ഈസ് ദ മെയിൻ കൺസേൺ എന്ന് ഞാൻ പറഞ്ഞു. ഇൻഫ്ലേഷൻ ആണ് മെയിൻ കൺസേൺ എങ്കിലും ഇൻഫ്ലേഷൻ 2 തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. ഹോൾസെയിൽ ഇൻഫ്ലേഷനും റീറ്റെയിൽ ഇൻഫ്ലേഷനും. അതിൽ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ അല്ല മോണിറ്ററി പോളിസിയുടെ ബേസ്, റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPI എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ് RBI RBI അല്ലാതെ NSO ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. RBI അതാണ് നോക്കുന്നത്. ആരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CPI, NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പൊ ഈ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസിലാണ് മോണിറ്ററി പോളിസി എപ്പോഴും വരുന്നത്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണെന്നും പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഈ റീറ്റെയിൽ, എന്നിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 4+or-2 ആയിരിക്കണം നമ്മളുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എപ്പോഴും. 4% അതിൽ കൂടുതൽ 2% കൂടെ ആവാം, 6% ആവാം, അതിൽ കുറവ് 4-2 ആവാം. പക്ഷെ ഇപ്പൊ ഇൻഫ്ലേഷൻ ഈസ് വെൽ വിത്തിൻ ദിസ് റേഞ്ച്. 4.83 ആണ്. പക്ഷെ ഈ മാസം അത് 5.1% ആവുമെന്ന് ഞാൻ ഇങ്ങനെ വായിച്ചു. എന്നാലും <6% ആണ് ഇൻഫ്ലേഷൻ. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് RBIക്ക് ആശ്വസിച്ചിരിക്കാൻ യാതൊരു മാർഗവുമില്ല. കാരണം
ഈ 4.83 ഇൻഫ്ലേഷൻ ആയിരിക്കുന്ന സമയത്തും ഈ 4.83ലേക്ക് ഒരു വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഈ ഇൻഫ്ലേഷൻ പല മേഖലയിൽ നിന്നാണ് ഇൻഫ്ലേഷൻ വരുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ട്, ഫ്യൂൽ ഇൻഫ്ലേഷൻ ഉണ്ട്, ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. അതിൽ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് വെരി ഹൈ, അറൌണ്ട് 9% ആണ് ഫുഡ് ഇൻഫ്ലേഷൻ. ആ ഫുഡ് ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഇൻഫ്ലേഷൻ കുറയാതെ ഈ 4.83ലേക്ക് നിൽക്കുന്നത്. അല്ലെങ്കിൽ കുറഞ്ഞ് 3%, 2% ഒക്കെ ആവേണ്ട സമയമായി. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ കൂടിയാൽ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും വളരെ ദരിദ്രരായിട്ടുള്ള മനുഷ്യരുണ്ട്, അവരുടെ ആഹാരത്തിന് പോലും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അത് കണ്ടിട്ടാണ് ഫുഡ് ഇൻഫ്ലേഷൻ കൂടുതലായതുകൊണ്ടാണ് RBI മോണിറ്ററി പോളിസിയിൽ റിപ്പോ റേറ്റ് അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാതെ നിലനിർത്തിയത്. റിപ്പോ റേറ്റ് എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത് നോക്കുക. റിപ്പോ റേറ്റ് ജസ്റ്റ് ആ റിപ്പോ റേറ്റ് മാത്രം പറയാം, വേറെ ഒന്നും പറയുന്നില്ല. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ RBI ബാങ്കുകളുടെ ബാങ്കറാണ്. RBI ബാങ്കുകളുടെ ബാങ്കറാണ്. അപ്പൊ ബാങ്കുകളുടെ ബാങ്കറായ RBI ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. അങ്ങനെ ലോൺ കൊടുക്കുന്ന സമയത്ത് അവർ ബാങ്കുകളെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ആ റിപ്പോ റേറ്റ് കൂടിയിരുന്നാൽ ഈ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് ലോൺ മേടിച്ചിട്ട് അവരുടെ കയ്യിൽ വെച്ചേക്കാണ് ചെയ്യുന്നത്. അവർ നമുക്ക് ലോൺ തരും. സ്വാഭാവികമായിട്ടും കൂടിയ ഇൻട്രസ്റ്റ് റേറ്റിൽ RBI എടുത്ത പൈസ നമുക്കും കൂടിയ ഇൻട്രസ്റ്റ് റേറ്റിലേ അവർ തരുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ബാങ്കുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലോൺ കോസ്റ്റ്ലി ആയി മാറും. അങ്ങനെ ലോൺ കോസ്റ്റ്ലി ആയി മാറിയാൽ നമ്മൾ ലോൺ എടുക്കുന്ന കുറയ്ക്കും. അൾട്ടിമേറ്റ്ലി കോമൺ മാൻ വിൽ റെഡ്യൂസ് taking credit from bank. So മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ വിൽ ബി റെഡ്യൂസ്ഡ്. അങ്ങനെ ഇൻഫ്ലേഷൻ, മാർക്കറ്റിലേക്ക് മണി ഫ്ലോ കൂടുമ്പോഴാണല്ലോ ഇൻഫ്ലേഷൻ കൂടുന്നത്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ ദാറ്റ് ഈസ് ദ വേ RBI is adopting in monetary policy. ഫസ്റ്റ് വേ, അല്ലെങ്കിൽ ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള വേ. അതല്ല, വേറെ മാർഗങ്ങളുണ്ട്. ഏറ്റവും ഇഫക്റ്റീവ് മാർഗം അതാണ് റിപ്പോ റേറ്റ് കൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് ഇപ്പം വളരെ കൂട്ടി വെച്ചത് 6.5%. ഇതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടല്ല, 1-2 വർഷങ്ങളായിട്ട്. അപ്പോൾ അതിന് കാരണം ഇപ്പം റിപ്പോ റേറ്റ് കുറയ്ക്കാത്തതിന് മെയിൻ കാരണം ഇൻഫ്ലേഷൻ ഓവറോൾ കുറവാവാത്തോണ്ടല്ല. ഇൻഫ്ലേഷൻ ഓവറോൾ കുറവാണ്, പക്ഷേ ഫുഡ് ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഈ ഫുഡ് ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടി നിൽക്കാനുള്ള കാരണങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഫുഡ് ഇൻഫ്ലേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഫുഡ് ഇൻഫ്ലേഷൻ 8.7% ആയിരുന്നു ഏപ്രിൽ. അത് മാർച്ചിൽ അത് 8.52% ഉള്ളായിരുന്നു. അത് കൂടി പോയാ. അത് കൂടാനുള്ള മെയിൻ കാരണം നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ, സൗത്ത് ഇന്ത്യയിൽ പോലും ചില സ്റ്റേറ്റുകളിൽ ഹീറ്റ് വേവ് ആണ്. ഹീറ്റ് വേവ് കൂടുമ്പോഴത്തേക്ക് നമ്മളുടെ പല മേഖലകളിലും നമ്മളുടെ വെജിറ്റബിൾ കൾട്ടിവേഷനും എല്ലാം നശിച്ചു പോകും. ഒപ്പം തന്നെ നമ്മളുടെ റിസർവേഴ്സിൽ വെള്ളം ഇല്ല. റിസർവേഴ്സിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇറിഗേഷന് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെയൊക്കെ നമ്മളുടെ കൃഷി നശിക്കുകയാണ്. കൃഷി നശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹീറ്റ് വേവ് ആണ് മെയിൻ പ്രോബ്ലം. സ്വാഭാവികമായിട്ട് ഇനി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഇതിന്റെ പ്രൈസ് കുറയാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ 1-2 സർവേയുടെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. ക്രിസിൽ നടത്തിയ സർവേ. ക്രിസിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് എ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇൻ ഇന്ത്യ. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്, ഇന്ത്യൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മൂഡീസ് അമേരിക്കയുടേതാണ്. S&P means Standard and Poor. Fitch, FITCH, Fitch. These all are American credit rating agencies. They are the most popular credit rating agencies in the world. അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെച്ചാണ്. ഇനി ഡൊമസ്റ്റിക് ലെവലിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ, ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അവരുടെ ഒരു സർവേ അനുസരിച്ചും നമുക്കൊരു ഫുഡ് പ്ലേറ്റ് ഉണ്ടാക്കാനുള്ള പ്രൈസ് കൂടിയതാട്ടോ. ഫുഡ് പ്ലേറ്റ് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ പ്ലേറ്റ് അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് ചോറ്, അതിൽ കുറച്ച് വെജിറ്റബിൾ കറികൾ, സാമ്പാർ ഒക്കെ കഴിക്കുന്നത് കരുതിക്കോ. അപ്പോൾ ആ ഒരു താലി ഉണ്ടാക്കാൻ എനിക്ക് മുമ്പ് ഉണ്ടാക്കുന്നേക്കാളും ചിലവ് ഇപ്പോൾ കൂടി. അതാണ്. അപ്പോൾ ആ ഒരു സർവേ RBI പ്രത്യേകം നോട്ട് ചെയ്തു. അതുപോലെ വേറൊരു ഏജൻസിയുടെ സർവേ അവർ പറയുന്നുണ്ട്. CMI എന്ന് പറയുന്നൊരു ഏജൻസിയുടെ സർവേ. ഇതിലെല്ലാം ഫുഡ് ഇൻഫ്ലേഷൻ കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് നമ്മളുടെ മോണിറ്ററി പോളിസിയിൽ റിപ്പോ റേറ്റ് അവർ കുറയ്ക്കാതെ നടത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ മാത്രമല്ല, വേറെ ചില കൺസേൺസ് RBI ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും എടുത്ത് മാറ്റിയാൽ ബാക്കി കിട്ടുന്ന ഇൻഫ്ലേഷനാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഞാൻ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും എടുത്ത് മാറ്റിയ ബാക്കി കിട്ടുന്ന ഇൻഫ്ലേഷനാണ് കോർ ഇൻഫ്ലേഷൻ. അതാണ് ആക്ച്വലി ശരിയായ ഇൻഫ്ലേഷൻ. കാര്യം ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും എപ്പോഴും വോളറ്റൈൽ ആയിരിക്കും. എപ്പോഴും വെജിറ്റബിളിന്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും പൾസസിന്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഇസ് വെരി വോളറ്റൈൽ ഇൻ നേച്ചർ ഫുഡ് ഇൻഫ്ലേഷൻ. അറ്റ് ദ സെയിം ടൈം ഫ്യൂൽ ഇൻഫ്ലേഷൻ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ഇന്റർനാഷണൽ പ്രൈസ് ഇങ്ങനെ ഗോൾഡിന്റെ ഒക്കെ മാറുന്ന അനുസരിച്ച് ഗോൾഡിന്റെ പ്രൈസ് ഡെയിലി മാറുന്ന പോലെ ഫ്യൂലിന്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. സോ ഫ്യൂൽ ഇൻഫ്ലേഷൻ ഈസ് ഓൾസോ വെരി വോളറ്റൈൽ നേച്ചർ. സോ ദീസ് വോളറ്റൈൽ കമ്പോണൻസ് ഓഫ് ദ ഓവറോൾ ഇൻഫ്ലേഷൻ വിൽ ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ.
അപ്പൊ ഈ ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും എടുത്ത് മാറ്റി ബാക്കി കിട്ടുന്നതാണ് കോർ ഇൻഫ്ലേഷൻ. ഈ കോർ ഇൻഫ്ലേഷന്റെ കാര്യത്തിലും ചില പ്രശ്നങ്ങളുണ്ടെന്നാ പറയുന്നത്. ചില മെറ്റൽസിന്റെ ഒക്കെ പ്രൈസസ് കൂടുന്നുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിയൽ മെറ്റൽസിന്റെ പ്രൈസ് കൂടിയ ഇൻഡസ്ട്രീസ് പലതും ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ RBI കൺസിഡർ ചെയ്യുന്ന പറയുന്നത്. അതുപോലെ തന്നെ ചില ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് ഉണ്ട്. അതായത് ഓയിലിന്റെ പ്രൈസ് ഏത് നിമിഷം വേണമെങ്കിലും കൂടാം. കാര്യം ഈ ഒപെക് പ്ലസ് ആണ് ഓയിൽ പ്രൊഡ്യൂസർ ലോകത്ത്. ഒപെക് പ്ലസ് എന്ന് പറഞ്ഞാല് ഒപെക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഒപെക് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. പ്ലസ് അതിന്റെ കൂടെ റഷ്യ, അവരുടെ ചില അലയൻസ് പാർട്ട്നേഴ്സും കൂടെ ചേരുമ്പോഴത്തേക്ക് ഒപെക് പ്ലസ് ആയി. ഒപെക് പ്ലസ്. ഒപെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വിയന്നയാണ്. വിയന്ന എവിടെയാണ്? ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ് വിയന്ന. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയാണ് ഒപെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഒപെക് പ്ലസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല, ഒപെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ ഈ ഒപെക് പ്ലസ് ഓയിൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക്. ഓയിൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്ത സ്കേഴ്സിറ്റി ഉണ്ടാകത്തില്ല ഓയിലിന്റെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഓയിലിന്റെ പ്രൈസ് കൂടത്തില്ലേ? ഇതൊക്കെ RBI ചിന്തിക്കും. എല്ലാം ചിന്തിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധം, യുക്രൈൻ യുദ്ധം, നാളെ വേണമെങ്കിൽ ഹൂതീസ് ആരുമായിട്ടെങ്കിലും യുദ്ധം കൂടാം. അങ്ങനെയുള്ള കൺസിഡറേഷൻസ് ഒക്കെ ഉണ്ട്. ഗ്ലോബൽ ചില മേഖലകളിലെല്ലാം നമ്മളുടെ പീസ് ഒക്കെ കുറച്ച് ഫ്രജൈലാണ്. അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ്. ഇത് സാധാരണ ഒരാൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ വായിക്കുന്നതെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അത് കൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ ഈ എഡിറ്റോറിയൽ വായിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ. രണ്ടാമത്തെ എഡിറ്റോറിയൽ സിമ്പിൾ, അത് വലിയ കാര്യമൊന്നുമില്ല, അത് ആർക്കും മനസ്സിലാവും. കോംപ്രഹെൻഷൻ എക്സർസൈസിന് വേണ്ടി മാത്രമാണ് ഞാൻ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യില്ലായിരുന്നു. നീറ്റ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അറിയാം. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. മെഡിക്കൽ കോഴ്സുകളിലേക്ക് നാഷണൽ ലെവലിൽ നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റ്. 23 ലക്ഷത്തോളം ആൾക്കാരാണ് ആ എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്നത്. അത് NTA എന്ന് പറയുന്ന ഏജൻസിയാണ് അത് നടത്തുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇപ്പൊ കറണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തൽക്കാലം ക്ലാസ് കണ്ടിന്യൂ ആണ് പറ്റുന്നിടത്തോളം. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് കറണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ എന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ് പിന്നീട് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ടെസ്റ്റിൽ ഇപ്പോ കുറെ പേർക്ക് അൺയൂഷ്വലി ഹൈ മാർക്ക് കിട്ടി. അതാണ് വിഷയം, അൺയൂഷ്വലി ഹൈ മാർക്ക്. അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഏതാണ്ട് 1500 സ്റ്റുഡൻസിന് എക്സാം സെന്റേഴ്സിൽ കുറെ പ്രോബ്ലംസ് നേരിട്ടു. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള OMR കിട്ടിയില്ല, അവർക്ക് ക്വസ്റ്റ്യൻ കൊടുത്ത ടൈം ലേറ്റ് ആയി പോയി, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടായി. അപ്പൊ അവർ കോടതി അപ്രോച്ച് ചെയ്തപ്പോൾ കോടതി ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഈ ഗ്രേസ് മാർക്ക് കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ മാർക്ക് അൺയൂഷ്വലി ഹൈ ആയി. ഒപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നൊക്കെയാണ് NTA പറയുന്നത്. അതുകൊണ്ട് പിള്ളേരെ മാർക്ക് ഏതാണ്ട് ഫുൾ മാർക്ക് മേടിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ ചിലരൊക്കെ പറയുന്നു ക്വസ്റ്റ്യൻ ലീക്ക് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ലീക്ക് ആയതുകൊണ്ട് കുറെ പേർക്ക് നല്ല മാർക്ക് കിട്ടുന്നതാണ്. എന്തായാലും ഈ പറഞ്ഞ നീറ്റിന്റെ കണ്ടക്റ്റിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഇത്രയും മാസീവ് നേച്ചറിൽ നടക്കുന്ന ഒരു എക്സാം, എനിക്കൊന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു എൻട്രൻസ് ടെസ്റ്റ് ആയിരിക്കും ഈ NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ വരുന്നുണ്ട്. ഇത് സ്റ്റേറ്റുകളുമായിട്ട് ചേർന്ന് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എത്രയും പെട്ടെന്ന് കൂടുതൽ എഫക്റ്റീവായിട്ട് നടത്താൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ലീക്കിന്റെ ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊന്നും ഒരിക്കലും ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയാണ് എഡിറ്റോറിയൽ പറഞ്ഞത്. അത് എല്ലാവർക്കും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇനി ദ ബാൾട്ടിമോർ ഷിപ്പ് ആക്സിഡന്റ്, ദ ഹൈ സ്റ്റേക്സ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇവിടെ. വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം, വായിച്ചാലും കുഴപ്പമില്ല. ബാൾട്ടിമോർ എന്ന് പറയുന്നത് US ഒരു സ്ഥലമാണ്. അവിടെ ഈ ഇടയ്ക്ക് ഒരു ഷിപ്പ് ആക്സിഡന്റ് ഉണ്ടായി. അത് അവിടുത്തെ ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിൽ, ഒരു കീ ബ്രിഡ്ജാണ്, ഒരു ടൈപ്പ് ഓഫ് ബ്രിഡ്ജാണ്. ബാൾട്ടിമോറിൽ വെച്ച് ഒരു ഷിപ്പ് ആക്സിഡന്റ് ആവുന്നു. അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള 5-6 സെയിലേഴ്സ്, അതില് മരീൻസ് അതിൽ മരിക്കുന്നു. അപ്പോ അതിന് ഇപ്പൊ എവിടെ ഷിപ്പ് ആക്സിഡന്റ് നടന്നാലും ഇന്ത്യക്കാരായ കുറച്ച് മരീൻസ് അതിൽ മരിക്കും. അതിന്റെ കാരണം വേൾഡിൽ ഏറ്റവും കൂടുതൽ സീ ഫെയറേഴ്സ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. ഷിപ്പുകൾ ഇന്ത്യക്കല്ല ലോകത്ത് കൂടുതലുള്ളത്, പക്ഷെ ആ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യക്കാരാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്സിഡന്റ്സ് ഇന്ത്യക്ക് വലിയ കൺസേൺ ഉണ്ടാക്കേണ്ടതാണ്. കാരണം ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്ത് നിന്ന് പണം അയക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അത് പഠിച്ചു വെച്ചോളൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് കിട്ടുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് കിട്ടുന്ന രാജ്യം ഇന്ത്യയാണ്. പഠിച്ചേക്കുക. അത് ഗ്ലോബലി ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് ഗൾഫിൽ നിന്നും യൂറോപ്പിൽ നിന്നും US നിന്നും ഒക്കെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന പണം, അതുപോലെ ചൈനക്കാരും എല്ലാവരും അയക്കുന്നുണ്ട് അവരവരുടെ രാജ്യങ്ങളിലേക്ക്. സോ അങ്ങനെ റാങ്ക് ചെയ്യുമ്പോൾ ഗ്ലോബലി ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് കിട്ടുന്ന രാജ്യം ഇന്ത്യയാണ്. ആ റെമിറ്റൻസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത് ഈ മറീൻസിന്റെ കയ്യിൽ നിന്നും സെയിലേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെയാണ്. അപ്പൊ അവരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടത് ഇന്ത്യയുടെ വലിയൊരു ആവശ്യകതയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ മുകളിൽ ഒരു അത് വേണ്ട, ഇത് ഈ ഇടയ്ക്ക് നടന്ന റേപ്പിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലീഗൽ ഇഷ്യൂസിനെ കുറിച്ചും ഒക്കെയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. ഈ പേജിൽ പോകുമ്പോൾ
ഈ ആർട്ടിക്കിളൊക്കെ വേണമെന്നുള്ളവർ വായിക്കുക. സെറ്റിംഗ് ദ സെറ്റിലിംഗ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ത്രൂ ലിറ്റിഗേഷൻ എന്ന് പറയുന്ന ലിറ്റിഗേഷൻ എന്നല്ല, ലിറ്റിഗോറ്റിയേഷൻ എന്നാ പറഞ്ഞത്. അത് നെഗോഷിയേഷനും ലിറ്റിഗേഷനും കൂടെ ഒരുമിച്ച് അവർ അങ്ങനെ ഒരു വാക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് WTOയിൽ ചില കേസസ് US-ഉം ഇന്ത്യയും തമ്മിലുണ്ടായിരുന്നു. പല രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് WTOയിൽ കേസസ് ഉണ്ട്. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകളെല്ലാം പരിഹരിക്കുന്ന WTOയിലാണ്. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് എപ്പോഴും രാജ്യങ്ങൾ തങ്ങളിൽ ഉണ്ടാവാറുണ്ട്. എത്ര ഫ്രണ്ട്ലി നേഷൻസ് ആണെങ്കിലും there will be disputes between these nations in with related to trade. അപ്പം ഈ ഇന്ത്യ US ആയിട്ട് കുറെ ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ട്രേഡ് ഡിസ്പ്യൂട്ട് പരിഹരിക്കാനുള്ള ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം WTOയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2019 തൊട്ട് അത് ഡിഫങ്ക്റ്റ് ആണ്. പല റീസൺസും ഉണ്ട്, ഡിഫങ്ക്റ്റ് ആണ്. പക്ഷേ സ്റ്റിൽ ഇന്ത്യയും US-ഉം ബാക്ക് ചാനലിൽ ഡിപ്ലോമാറ്റിക് ലെവലിൽ ഈ പറഞ്ഞ നെഗോഷിയേഷൻസ് നടത്തി ഈ കേസ് പരിഹരിച്ചു, ഈ ഡിസ്പ്യൂട്ട് മിക്കതും. അതായത് WTOയുടെ സഹായം ഇല്ലാതെ തന്നെ. നല്ല കാര്യമാണ്. അപ്പൊ ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ബാക്ക് ചാനൽ ഡിപ്ലോമസി വഴി ഈ പ്രശ്നം പരിഹരിച്ചത് ഒരു പാഠമാണെന്നും മറ്റ് രാജ്യങ്ങൾക്ക് ഇത് മാതൃകയാക്കാമെന്നും ഇന്ത്യ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ പല രാജ്യങ്ങളായിട്ട് ഇത്തരത്തില് ബാക്ക് ചാനൽ ഡിപ്ലോമസി വഴി പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിളാണ്. എന്നാലും ഞാൻ എനിക്കിത് പറയാനുള്ള WTO എന്ന് പറഞ്ഞാൽ UN-ന്റെ ട്രേഡ് ബോഡിയാണ്, യുണൈറ്റഡ് നേഷൻസിന്റെ ട്രേഡ് ബോഡിയാണ് WTO. WTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. ഇതിന്റെ ചീഫിന്റെ പേര്, WTOയുടെ ചീഫിന് ഡയറക്ടർ എന്നാ പറയുന്നത്. WTO ഡയറക്ടർ എൻകോസി, ലാസ്റ്റ് വരുന്ന IVAല എന്നാണ് അവരുടെ പേര്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വേർഡുണ്ട്, ഒരു സെക്കൻഡ്. എൻകോസി ഒക്കോഞ്ഞോ, ഒരു ലേഡിയാണ്. എൻകോസി ഒക്കോഞ്ഞോ. ഇത് ഇടയ്ക്കുള്ളത് വേറൊരു വേർഡാണ്, ഇതിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഒക്കോഞ്ഞ, ലാസ്റ്റില് IWEAL. ഇതാണ് WTOയുടെ ഡയറക്ടർ ജനറൽ, അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ താഴെ വരുമ്പോ നോട്ട, ഈ ഇലക്ഷനിൽ നോട്ട നല്ല രീതിയിൽ പോൾ ചെയ്ത സ്ഥലങ്ങളുണ്ട്. നോട്ട എന്താണ്? നൺ ഓഫ് ദ എബോ എന്ന് പറയുന്ന സംഭവമാണ് നോട്ട. അതായത് കാൻഡിഡേറ്റ്സിന് ആരെയും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നൺ ഓഫ് ദ എബോ ഓപ്ഷൻ ഉപയോഗിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. LW എന്താണ് നടന്നിരിക്കുക? LW എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. ഇന്ത്യയിൽ LWE അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയസ് ഉണ്ട്. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പറഞ്ഞാൽ നക്സലൈറ്റ്സ്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ പോലുള്ള സ്ഥലങ്ങളിൽ, മെയിൻലി ഛത്തീസ്ഗഡിലാണ് ഇപ്പോൾ മെയിൻലി ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഉള്ള. അവിടെ നിന്ന് ആൾക്കാരെ വോട്ട് ചെയ്യാനോ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാനോ അവിടുത്തെ ഈ പറഞ്ഞ നക്സലൈറ്റുകളൊക്കെ പലപ്പോഴും സമ്മതിക്കാറൊന്നുമില്ല. ഈവൻ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പോലും സമ്മതിക്കാറില്ല അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരെ. ഇതുപോലെയായിരുന്നു കാശ്മീരിൽ ഒരു സമയം ടെററിസം ഉള്ള ടൈമിൽ. ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, നിങ്ങൾ വായിച്ചു വെക്കാൻ നല്ലതായിരിക്കും. ഇത് പൊളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഈസ് ഇറ്റ് ടൈം ഫോർ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. ഇതിന്റെ ഒരു ഗിസ്റ്റ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. സംഗതി എന്താണെന്ന് വെച്ചാൽ, പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് അത് വളരെ കോംപ്ലക്സ് ആയിരിക്കും, ആവശ്യമില്ലാത്ത അൺനെസസറി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ ഇത് വരാനും പോകുന്നത്, ഒരാളുടെ അഭിപ്രായം പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ FPTP ആണ്. FPTP, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. FPTP, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, വലിയ കാര്യമൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നെങ്കിലും ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം FPTP. ഓക്കെ, അതില് ഈ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ബ്രിട്ടനിലും US-ലും ഇന്ത്യയിലും ഒക്കെ നിലവിലിരിക്കുന്ന ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കുറെ ആൾക്കാർ മത്സരിക്കുന്നു. അൾട്ടിമേറ്റ്ലി ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് വിൻ ചെയ്യുന്ന ആൾ ജയിക്കുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, തിരുവനന്തപുരത്ത് 37% വോട്ട് വിൻ ചെയ്ത ശശി തരൂർ ജയിക്കുന്നു. 35.5% വിൻ ചെയ്ത രാജീവ് ചന്ദ്രശേഖർ തോക്കുന്നു. ഇത് കാൻഡിഡേറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി പാർട്ടി ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 37% വോട്ട് വിൻ ചെയ്ത BJP ഏറ്റവും കൂടുതൽ സീറ്റ് നേടി ഭരിക്കുന്നു. അതേസമയത്ത് 22-23% വിൻ ചെയ്യുന്ന കോൺഗ്രസോ ഒക്കെ ഭരണത്തിന്റെ അടുത്ത് പോലും എത്തുന്നില്ല. പക്ഷെ ഈ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഈ സിസ്റ്റത്തിന്റെ പോരായ്മയായിട്ട് പറയപ്പെടുന്നത്
പാർട്ടി ഇപ്പോൾ 1% ചിലപ്പോൾ എക്സ്ട്രാ വോട്ട് വിൻ ചെയ്യുന്ന പാർട്ടി ആയിരിക്കും ചിലപ്പോൾ ഭരണം പിടിക്കുന്നത്, ഏറ്റവും കൂടുതൽ സീറ്റ് വിൻ ചെയ്യുന്നത്. പക്ഷേ അതിന് തൊട്ടടുത്ത് ശതമാനം വോട്ട് വിൻ ചെയ്ത പാർട്ടിക്ക് പലപ്പോഴും അവരുടെ ശതമാനക്കണക്കിനനുസരിച്ചുള്ള റെപ്രസെൻറ്റേഷൻ നമ്മളുടെ ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് കിട്ടാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ ഈ വേറൊരു സിസ്റ്റം ഉണ്ട്, അതിന് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള സിസ്റ്റം ഉണ്ട്. ഞാൻ പറഞ്ഞ FPTP അല്ലാതെ ഇതിൽ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ, എനിക്ക് തോന്നുന്നു ജർമ്മനിയിലൊക്കെ അതാണ്. ഇതിലെന്താണ് ന്യൂസിലാൻഡിലൊക്കെ അതാണ്. എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പാർട്ടികളുടെ പേരിൽ, കാൻഡിഡേറ്റ് അല്ല പാർട്ടികളുടെ പേരിലായിരിക്കും അവിടെ സ്ഥാനാർത്ഥികളൊക്കെ നിൽക്കുന്നത്. ഓരോ പാർട്ടിക്കും ആയിരിക്കും ആൾക്കാർ വോട്ട് കൊടുക്കുന്നത്. അപ്പൊ മിനിമം ഇത്ര ശതമാനം, ഒരു 3% ഒരു പാർട്ടിക്ക് വോട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ജയിച്ചാലും ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിൽ ഒരു വോട്ടും കിട്ടൂല, ഒരു സീറ്റും കിട്ടൂല. അവിടുത്തെ സിസ്റ്റത്തിലാണെങ്കിൽ 3% വോട്ടുള്ള ഒരു പാർട്ടിക്ക് ഒരു സീറ്റ്. ജസ്റ്റ് പറയാണ്. അപ്പൊ 25% വോട്ടുള്ള പാർട്ടിയാണെന്നുണ്ടെങ്കിൽ കുറെ സീറ്റ് കിട്ടും. ഈ സിസ്റ്റം വന്നാൽ കേരളത്തിൽ BJPക്ക് വെറുതെ കുറെ സീറ്റ് കിട്ടും. എന്താണ് കാര്യം? അവർക്ക് ഇപ്പൊ ഒറ്റയ്ക്ക് ഏതാണ്ട് 17%, NDA എന്ന് പറഞ്ഞ അലയൻസ് ഏതാണ്ട് 20% വോട്ടുണ്ട്. BJPക്ക് കുറച്ച് സീറ്റ് കിട്ടും ഇവിടെ ഉറപ്പായിട്ടും. തമിഴ്നാട്ടിൽ BJPക്ക് സീറ്റ് കിട്ടും, കാര്യം അവർക്ക് 11% വോട്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഇലക്ഷനിൽ കിട്ടി. അപ്പൊ അങ്ങനെ ശതമാനത്തിനാണെങ്കിൽ സീറ്റ് അത് കൊടുക്കാൻ തുടങ്ങിയ. അങ്ങനെയാണ് കൂടുതൽ മെച്ചൂർഡ് ആയിട്ടുള്ള ചില ഡെമോക്രസീസിൽ ഉള്ളത്. അതാണ് കുറച്ചുകൂടെ നല്ലതെന്നൊക്കെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതിനെ പറയുന്ന പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നാണ്, മനസ്സിലായോ? അപ്പം അത് ഇന്ത്യയിൽ അത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരാൾ പറഞ്ഞേക്കുന്ന ലോകത്തിലെ പല പല രാജ്യങ്ങളിലെ രീതികളെ കുറിച്ച്. ഓക്കെ, പിന്നെ ഇത് രണ്ടുകൂടി മിക്സ് ചെയ്തുള്ള രീതിയിലുള്ള രാജ്യങ്ങളുണ്ട്. ന്യൂസിലാൻഡൊക്കെ മിക്സ്ഡ് ആണ്, അതായത് പാർട്ടിക്കും ഒരേ സമയത്ത് വോട്ട് ചെയ്യും, കാൻഡിഡേറ്റിനും ഒരേ സമയത്ത് വോട്ട് ചെയ്യും. അതായത് മൊത്തം പാർലമെന്റിൽ പകുതി പേര് അല്ലെങ്കിൽ ഒരു 25% പേര് കാൻഡിഡേറ്റിന് വോട്ട് ചെയ്ത് വരും, ബാക്കി പാർട്ടിക്ക് അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, FPTPയുടെയും കൂടെ കോമ്പിനേഷൻ. അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇത് പറയുന്നത് വായിച്ചു നോക്കുക. പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. താല്പര്യമുള്ളവരല്ലത് വായിച്ചു നോക്കുക, നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോ ഈ പേജിലൊന്നും പറയാനില്ല. നെക്സ്റ്റ് അതിനടുത്ത പേജ് പോകുമ്പോൾ നമ്മളെ ഇന്ത്യയിൽ ഇന്നലെ പ്രൈം മിനിസ്റ്ററിന്റെ ഈ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന 7 രാജ്യക്കാരുണ്ട്. ആ രാജ്യക്കാരെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്നത്. 7 രാജ്യക്കാർ ഏതൊക്കെയാണ് നടന്നിരിക്കുക? ഒന്ന് ബംഗ്ലാദേശ്, അതിന്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന. അതുപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് റാനിൽ വിക്രമസിംഗെ. മൂന്നാമത്തെ രാജ്യം മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ട്, ഞാൻ പറഞ്ഞാണ് മുഹമ്മദ് മൊയ്സു. പിന്നെ സീഷെൽസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് നേഷൻ ഉണ്ട്. സീഷെൽസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, വൈസ് പ്രസിഡന്റാ വന്ന. സീഷെൽസിന്റെ പ്രസിഡന്റ് ആരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ. ചെറിയൊരു രാജ്യമുണ്ട്, എനിക്ക് അതിന്റെ പ്രസിഡന്റിനെ ശ്രദ്ധിച്ചിട്ടില്ല. സീഷെൽസ്. പിന്നെ മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ പ്രവീന്ദ് ജുഗ്നൌത്ത് ആണ്. മൗറീഷ്യസിന്റെ ക്യാപിറ്റലാണ് പോർട്ട് ലൂയിസ്. പിന്നെ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ പ്രചണ്ഡ, PRACHANDA. പക്ഷെ അയാളുടെ യഥാർത്ഥ പേര് പുഷ്പകമൽ ദഹൽ എന്നാണ്. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ യഥാർത്ഥ പേര് പുഷ്പകമൽ ദഹൽ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്റെ ഓർമ്മ. പിന്നെ ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ഷെറിംഗ് തോബ്ഗെ, TSHERING, ഷെറിംഗ് തോബ്ഗെ. ഇവരെല്ലാരും ഉണ്ടായിരുന്നു. ഇതിന് കാര്യം, ഇന്ത്യയുടെ ഡിപ്ലോമസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്നാണ്. ഇന്ത്യക്ക് 2 ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് നെയ്ബർഹുഡ് ഫസ്റ്റ്, അതായത് നമ്മൾ തൊട്ട് നെയ്ബർഹുഡിൽ അയൽപക്കത്തുള്ള രാജ്യങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ വിളിച്ചത്. പിന്നെ ഒരെണ്ണമുണ്ട് ആക്ട് ഈസ്റ്റ് പോളിസി. എന്താണ് ആക്ട് ഈസ്റ്റ് പോളിസി? അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആസിയാൻ രാജ്യങ്ങളുമായിട്ട് എപ്പോഴും ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അതായത് തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ബ്രൂണെ, സിംഗപ്പൂർ, മ്യാൻമർ, ഇതൊക്കെയാണ് ആസിയാനിൽ വരുന്നത്. അവര് കിഴക്കൻ രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞ 2 പോളിസീസ് ഉണ്ട്. ഓക്കെ, നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയും ആക്ട് ഈസ്റ്റ് പോളിസിയും. പിന്നെ ഈ പേജിൽ നമുക്ക് ആവശ്യമുള്ളതൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഈ അമരാവതി പ്രോജക്റ്റ് വീണ്ടും ജീവൻ വയ്ക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ഒരു സിംഗപ്പൂരിന്റെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. കാര്യം ഈ അമരാവതി എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അമരാവതി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ചെറിയ ചുമയുണ്ട്, സോറി. അമരാവതി പ്രൊജക്ട് എന്ന് പറയുന്നത്
ആന്ധ്രയുടെ പുതിയ ക്യാപിറ്റലായിട്ട് ആദ്യം ചന്ദ്രബാബു നായിഡു സെലക്ട് ചെയ്ത് വെച്ചിരുന്ന പുള്ളി ഇലക്ഷനിൽ പരാജയപ്പെട്ട് ജഗൻമോഹൻ റെഡ്ഡി അവിടെ ചീഫ് മിനിസ്റ്റർ ആകുമ്പോൾ അയാളത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യത്തില്ല. ഇപ്പം വീണ്ടും ചന്ദ്രബാബു നായിഡു അവിടെ അധികാരത്തിൽ വരുന്നു. അപ്പൊ അമരാവതി തന്നെ ആന്ധ്രയുടെ ക്യാപിറ്റലായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമരാവതി പ്രൊജക്ട് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത് സിംഗപ്പൂരുമായിട്ടുള്ള പാർട്ണർഷിപ്പിലാണ്. അപ്പം സിംഗപ്പൂരിന്റെ ഫോറിൻ മിനിസ്റ്ററിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ RCEP എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് പഠിച്ചു വെച്ചേക്ക്. അതിനെ കുറിച്ച് നീ പറഞ്ഞു. ഇന്ത്യ ആദ്യം ജോയിൻ ചെയ്യാതിരുന്ന ഗ്രൂപ്പാണ്, എന്നിട്ട് അവസാനം ഇന്ത്യ വിത്ഡ്രോ ചെയ്തു. RCEP റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. RCEP എന്താണ്? റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആസിയാൻ നേഷൻസ് 10 പേര്. ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മലേഷ്യ, കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, അതുപോലെ മ്യാൻമർ, ഇങ്ങനെ 10 രാജ്യങ്ങൾ ആസിയാൻ. പ്ലസ് ആസിയാനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉള്ള 8 രാജ്യങ്ങൾ. അതിൽ 6 രാജ്യങ്ങൾ. അതിൽ ഇന്ത്യ ഉണ്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉള്ള രാജ്യം. പക്ഷെ ഇന്ത്യ ഇവിടുത്തെ ചില ഡൊമസ്റ്റിക് കമ്പൽഷൻസ് കൊണ്ട് അവസാനം ഇന്ത്യ വിത്ഡ്രോ ചെയ്തു. ബാക്കി ഇപ്പൊ 5 രാജ്യങ്ങളാണ് ആസിയാന്റെ കൂടെ അതിലുള്ളത്. മൊത്തം അപ്പൊ 15 രാജ്യങ്ങൾ. ഈ 5 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജപ്പാൻ, സൗത്ത് കൊറിയ, ചൈന, പിന്നെ എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡ് ഉണ്ട്, പിന്നെ ഒരു രാജ്യം കൂടെയാണ്. മൊത്തം 5 രാജ്യങ്ങൾ. ഇന്ത്യ ഉണ്ടായിരുന്നു, ഇന്ത്യ വിത്ഡ്രോ ചെയ്ത RCEP. RCEPയുടെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചാൽ റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. പിന്നെ അനാമിക രാജീവ് ഈസ് നേവീസ് ഫസ്റ്റ് വുമൻ ചോപ്പർ പൈലറ്റ്. നേവിയുടെ ആദ്യത്തെ ഹെലികോപ്റ്റർ പൈലറ്റ് ആയിട്ട് അനാമിക രാജീവ് പാസ് ഔട്ട് ആയി എന്നൊരു ന്യൂസ് കാണാം. INS രജാലി എന്ന് പറയുന്ന നേവിയുടെ സ്റ്റേഷനിൽ നിന്ന്, ഇത് അറക്കോണത്താണ്. അറക്കോണം എവിടെയാണ്? തമിഴ്നാടാണ്. അറക്കോണം, തമിഴ്നാട്ടിലെ അറക്കോണത്തുള്ള INS രജാലി എന്ന് പറയുന്ന നേവിയുടെ നേവൽ സ്റ്റേഷനിൽ നിന്നാണ് ഇവര് പാസ് ഔട്ട് ആയത് അനാമിക രാജീവ്. ഇത് നേവിയുടെ ഫസ്റ്റ് ചോപ്പർ പൈലറ്റ്. ചോപ്പർ മീൻസ് ഹെലികോപ്റ്റർ. ഇതല്ലാതെ എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫസ്റ്റ് ഫൈറ്റർ പൈലറ്റ്സ് ആയിട്ട് സെലക്ട് ആയ 3 സ്ത്രീകളുണ്ട്. ഫൈറ്റർ പൈലറ്റ്സ്, അത് എയർഫോഴ്സിന്റെ ആണ്. ഭാവന കാന്ത്, മോഹന സിംഗ്. ഭാവന കാന്ത്, മോഹന സിംഗ്, പിന്നെ ഒരാളുണ്ട് ആവണി ചതുർവേദി എന്നാണെന്ന് തോന്നുന്നു. ആവണി ചതുർവേദി. അത് നോക്കണ്ട, അത് ഗൂഗിളിൽ കിട്ടും. പഴയ കാര്യങ്ങളാണ്, കുറച്ചു കാലം മുമ്പുള്ള, കുറെ കാലം മറന്നുപോയി. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ നമ്മുടെ ലോകത്ത് എല്ലാ ഇലക്ഷൻ നടക്കുന്ന വർഷമാണ് ഈ വർഷം. ഞാൻ പറഞ്ഞത് 2024 is the year of elections. So EUലും ഇലക്ഷൻ നടക്കുകയാണ്. EU is not a country, it is a block of 27 countries. It is a grouping of 27 countries in the Europe. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെൽജിയം ആണ്. ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് ആണ്. ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് EU, യൂറോപ്യൻ യൂണിയൻ. 27 നേഷൻസ്. അവരുടെ പാർലമെന്റിന്റെ ഇലക്ഷൻ നടക്കിയപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ EU പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ. പിന്നെ ഇവിടെ മറ്റു കാര്യങ്ങള്, പാകിസ്ഥാന്റെ എക്കോണമി ഭയങ്കര മോശം അവസ്ഥയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ പാകിസ്ഥാനും IMFും ചേർന്ന്, പാകിസ്ഥാന് കുറെ പൈസ കൊടുക്കാൻ വേണ്ടി IMFും ചേർന്ന് കുറച്ച് നെഗോഷിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക. പാകിസ്ഥാന് ഫണ്ടിങ് കൊടുക്കാൻ വേണ്ടി IMF എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMF ഈസ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അപ്പം അവരാണ് ഈ രാജ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഫണ്ടിങ് കൊടുക്കേണ്ടത്. വേൾഡ് ബാങ്ക് IMFന്റെ സിസ്റ്റർ ഓർഗനൈസേഷൻ ആണ്. IMFനെ വേൾഡ് ബാങ്കിനെ കൂടെ ചേർത്ത് പറയുന്നത് ബ്രട്ടൺ വുഡ് സിസ്റ്റേഴ്സ് എന്നാണ്. വേൾഡ് ബാങ്കിനെ IMFനെ കൂടെ ചേർത്ത് പറയുന്നത് ബ്രട്ടൺ വുഡ് സിസ്റ്റേഴ്സ് എന്നാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉള്ള ഒരു ചെറിയ അസൈൻമെന്റ് ആണ്. IMFന്റെ ഡയറക്ടർ ആര്, വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആര്? വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്, IMFന്റെ ഡയറക്ടറാണ്, വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആര്? ഇത് രണ്ടും നോക്കി വെക്കുക. ഇത് എനിക്കറിയാം, ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് ടൈം ഇല്ല, കുറച്ച് ഞാൻ ബിസിയാണ്. അതുകൊണ്ട് ഇത് രണ്ടിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. IMFന്റെ വേൾഡ് ബാങ്കിന്റെ രണ്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒരേ സ്ഥലത്താണ്. എന്നിട്ട് ഫ്രഞ്ച് ഓപ്പൺ കഴിഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ എവിടെ വെച്ചാണ് നടന്നത്? റൊളാൻ ഗാരോസിൽ ഫ്രഞ്ച് ഓപ്പൺ കഴിഞ്ഞു. പുരുഷന്മാരെയും ഫീമെയിലിന്റെയും ടൈറ്റിൽ വിൻ ചെയ്ത് ആരൊക്കെയെന്ന് പഠിച്ചു വെച്ചേക്കുക. പുരുഷന്മാരുടെ ടൈറ്റിൽ വിൻ ചെയ്തത് കാർലോസ് അൽക്കാരസ്. ഹീസ് എ സ്പാനിഷ് പ്ലെയർ, കാർലോസ് അൽക്കാരസ്. ആൻഡ് വിമൻ ടൈറ്റിൽ വിൻ ചെയ്ത വേൾഡ് നമ്പർ 1 ആയ ഇഗ സ്വിയടെക്. ഷീസ് ഫ്രം പോളണ്ടുകാരിയാണ് ഇഗ സ്വിയടെക്. ഇയാൾ സ്പെയിൻകാരനാണ്. ഈ 2 പേര് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇന്ത്യ T20 മാച്ച് ജയിച്ച കാര്യമൊക്കെ പറയണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ
CWC asked leader Rahul to take over as leader of opposition in Lok Sabha. ഇത്രയും കാലവും ലോക്സഭയിൽ ഒപ്പോസിഷൻ ലീഡർ ഇല്ലായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിരുന്നു. റീസൺ ഈസ് ഇഫ് എ പാർട്ടി ഹാസ് ടു വിൻ, if a party fails to win 10% seats in the Lok Sabha, they won't be able to claim opposition leader status. അപ്പൊ ലോക്സഭയുടെ സ്ട്രെങ്ത് 540 ആണ്. അപ്പൊ അതിന്റെ 10% 54. അത് കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് അച്ചീവ് ചെയ്തില്ലായിരുന്നു. കഴിഞ്ഞ തവണ 52, അതിന്റെ അങ്ങേ തവണ 44 ഉള്ളത്. ഇപ്രാവശ്യം അവർക്ക് 99 ഉണ്ട്. സോ ദേ ക്രോസ് ദിസ് ത്രെഷോൾഡ്, സോ ദേ ക്യാൻ ക്ലെയിം ദ ഓപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ്. അത് രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്നാണ് അദ്ദേഹത്തോട് അവരുടെ പാർട്ടിക്കാർ പറയുന്നത്. പക്ഷെ പുള്ളി അത് കുറച്ച് റിലക്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഒന്നും പറയാനില്ല. ഇതിന് അടുത്ത പേജിൽ പോകുമ്പം അവിടെയും നായിഡു ടു ടേക്ക് ഓത്ത് ഓൺ ജൂൺ 12. ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ജൂൺ 12 അധികാരമേക്കുമെന്ന് പറയുന്നു. പിന്നെ ഈ വോട്ടിംഗ് പെർസെന്റേജിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒന്നും വേറെ ഒന്നും പറയാനില്ല. ഫുൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ് ഇന്നത്തെ പത്രത്തിൽ മുഴുവൻ. CC draft regulations attempt to tighten grip on big tech. ബിഗ് ടെക് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന മെയിൻലി 3-4 കമ്പനികളാണ്. ഗൂഗിള്, ആമസോൺ, ഫേസ്ബുക്ക്, മെറ്റ. ഫേസ്ബുക്കിന്റെ കമ്പനി പേരന്റ് കമ്പനി മെറ്റ ആണല്ലോ. ഈ കമ്പനികളാണ്, മൈക്രോസോഫ്റ്റ്, ഇവരാണ് ബിഗ് ടെക് കമ്പനീസ് എന്ന് പറയുന്നത്. ഇവരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി CCI കുറച്ച് റെഗുലേഷൻസ് കൊണ്ടുവരാൻ പോയാണ്. CCI മീൻസ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. CCI എന്താണ്? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ആക്ച്വലി ഫെയർ ട്രേഡ് റെഗുലേറ്റർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഫെയർ ട്രേഡ് റെഗുലേറ്റർ ഓഫ് ഇന്ത്യ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എൻ്റെ ഈ എയർപോർട്ട് കണക്ട് ആവുന്നുണ്ടോ, അതുകൊണ്ട് സൗണ്ട് നിങ്ങൾക്ക് ഓക്കെ. അപ്പൊ CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഫെയർ ട്രേഡ് റെഗുലേറ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഫെയർ ട്രേഡ്, അതായത് മര്യാദയ്ക്കാണ് ട്രേഡും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്, കമ്പനികൾ മൊണോപ്പൊളീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലേറ്റർ ആണ് CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. GSTN എന്താണെന്ന് അറിഞ്ഞിരിക്കുക. GSTN മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഗുഡ്സും GST എന്ന് പറയുന്ന സംഭവം നമ്മളെല്ലാ GST പേ ചെയ്യുന്നുണ്ട്. ഈ GST ഫയൽ ചെയ്യുന്നത് ഇതിന്റെ അകത്താണ്. അതായത് സോഫ്റ്റ്വെയർ ബാക്ക് ബോൺ ഓഫ് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ സോഫ്റ്റ്വെയർ ബാക്ക് ബോൺ ആരാണെന്ന് വെച്ചാൽ GSTN ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ചൈനയുടെ മൂൺ മിഷൻസിനെ കുറിച്ചുണ്ട്. ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ചൈനയുടെ മൂൺ മിഷൻസിന് പൊതുവെ ചാങ് ഇ എന്നാണ് അറിയപ്പെടുന്നത്. ചാങ് ഇ എന്ന് പറയുമ്പോൾ ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ടാണ് ഈ എഴുതുന്നത്. ചാങ് ഇ. ഇത് ഫസ്റ്റ് ചാങ് ഇ 1, ചാങ് ഇ 2, ചാങ് ഇ 3, ചാങ് ഇ 4. ഇപ്പൊ ചാങ് ഇ 8 ആണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവരൊരു മിഷൻ മൂണിലേക്ക് പോയി. അത് ചാങ് ഇ 8 ആണ് ചൈനയുടെ. ഇന്ത്യയുടെ മൂൺ മിഷൻ ഇല്ലേ, അതിന് നമ്മൾ 1, 2, 3 എന്ന് പറയത്തില്ലേ, ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, അതുപോലെ. പിന്നീട് ഇവിടെ വേറെ ആർട്ടിക്കിൾ വാട്ട് ഈസ് ദ നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഗതി, അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട്. NHCX എന്ന് പറയുന്ന സംഭവം പുതുതായിട്ട് ഉണ്ടാക്കാൻ വേണം. അത് ഉണ്ടാക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തും IRDAIയും കൂടെ ചേർന്നാണ്. IRDA എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. IRDAI ഇന്ത്യയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദാണ്. IRDA അവരും ഹെൽത്ത് മിനിസ്ട്രിയും ചേർന്നാണ് NHCX ഡെവലപ്പ് ചെയ്യുന്നത്. NHCXന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കുക. നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച്. ഇന്ത്യയിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പോപ്പുലർ ആക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം. IRDAയുടെ ഒരു ലക്ഷ്യമുണ്ട്, എല്ലാവർക്കും ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, എല്ലാവർക്കും ഇൻഷുറൻസ്. അത് 2047 കൂടി അച്ചീവ് ചെയ്യുന്നു. അല്ല ഭയങ്കര പാടാണ് ഇത്രയും പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത്.
അപ്പോൾ ബൈ 2047 എല്ലാവർക്കും ഇൻഷുറൻസ് എന്നുള്ളതാണ് IRDAയുടെ ലക്ഷ്യം, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ. അതിൽ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം പതുക്കെ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മളെ സ്റ്റാർ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ഇവർ പലപ്പോഴും നമ്മൾ ഈ പോളിസിയൊക്കെ എടുത്ത് വെച്ചിരുന്ന് കറക്റ്റായിട്ട് പൈസയൊക്കെ അടച്ചു പോയാലും ഹോസ്പിറ്റലൊക്കെ പോയി നമ്മളൊരു ട്രീറ്റ്മെന്റ് ഇൻഹൗസ് ട്രീറ്റ്മെന്റിനൊക്കെയാണ് മെയിൻലി ഇൻഷുറൻസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയാൽ ഇവർ ഭയങ്കര കളികളൊക്കെ കാണിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാനാണ് ഈ NHCX എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയത്, നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച്, നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച് അറിഞ്ഞിരിക്കുക. പിന്നെ ചന്ദ്രബാബു നായിഡു ആന്ധ്രയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ ആകുമ്പോൾ ആളിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിള്. പിന്നെ 1-2 വേറെ ആൾക്കാർ, അതൊന്നും നമുക്ക് വേണ്ട. അതിന് അടുത്ത പേജിൽ പോകുമ്പോൾ ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്ററിന് ഒരു അറ്റാക്ക് ഇന്നലെ ഉണ്ടായി. ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്ററിനെ അറ്റാക്ക് ചെയ്ത ഒരാളാണ്. ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക, ഒരു വുമൻ ആണ്, മെറ്റ് ഫ്രെഡറിക്സൺ. മെറ്റ് ഫ്രെഡറിക്സൺ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? മെറ്റ് ഫ്രെഡറിക്സൺ. ഡെൻമാർക്കിന്റെ ക്യാപിറ്റൽ ഏതാണ്? കോപ്പൻഹേഗൻ ആണ്. ഡെൻമാർക്കിന്റെ ക്യാപിറ്റൽ കോപ്പൻഹേഗൻ. പ്രൈം മിനിസ്റ്റർ മെറ്റ് ഫ്രെഡറിക്സൺ. പിന്നെ നെക്സ്റ്റ് പേജ് സ്പോർട്സ് പേജ് ആണ്. സ്പോർട്സ് പേജിൽ ഇന്നലത്തെ T20 മാച്ചിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. പിന്നെ ഇഗാ സ്വിയടെക് ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്തതിനെ കുറിച്ചുണ്ട്. കാർലോസ് അൽക്കാരസ് വിൻ ചെയ്ത കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു, ആണുങ്ങളുടെ ടൈറ്റിൽ. പിന്നെ നോർവേ ചെസ് ടൂർണമെന്റ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നോർവേ ചെസ് അത് ആര് വിൻ ചെയ്യുന്ന വെച്ചാൽ വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയർ ആയ മാഗ്നസ് കാൾസൺ. നോർവേ ചെസ്. നമ്മളുടെ പ്രജ്ഞാനന്ദ ഇത്രയും കിടിലം വേൾഡ് നമ്പർ 1, 2, 3, 4, 5 പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നവർക്ക് 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് നമ്മുടെ പ്രജ്ഞാനന്ദയാണ്. അപ്പൊ പ്രജ്ഞാനന്ദ നിലവിൽ ഭാവിയിൽ വേൾഡ് ചാമ്പ്യൻ ആവേണ്ട ഒരു പാക്കേജ് ആണ് പ്രജ്ഞാനന്ദ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു, എനിക്ക് കുറച്ച് ഒരു ടൈം കൺസ്ട്രെയിന്റ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയത്. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുടെ ഇതിൽ എക്സ്ട്രാ പറയാമായിരുന്നു എനിക്ക്. അപ്പം അടുത്ത ദിവസത്തെ വീഡിയോസിൽ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ടൈം കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നോട്ട് ചെയ്തെടുക്കുക. താങ്ക് യു സോ മച്ച്.